നമസ്കാരം. നേതാജി സുഭാഷ് ചന്ദ്രബോസും അദ്ദേഹം രൂപീകരിച്ച INA-യും എന്നും ഇന്ത്യൻ മനസ്സുകളിൽ വിപ്ലവി വീര്യം ജ്വലിപ്പിച്ച് നിർത്തിയിരുന്നു. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ INA-യും നേതാജിയും വഹിച്ച പങ്ക് നിസ്തുലമാണ്. പക്ഷേ എന്തുകൊണ്ടോ ഒരു വിമാനാപകടത്തിൽ നേതാജി മരിച്ചു എന്ന വാർത്ത പുറത്തു വരികയും പിന്നീട് INA കാലയവനികയ്ക്കുള്ളിൽ മറയുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷെ പിന്നീട് ചില വിവരങ്ങൾ പുറത്തു വന്നു, നേതാജി അന്ന് ആ പ്ലെയിൻ അപകടത്തിൽ മരിച്ചിട്ടില്ല എന്ന്. ഇതിനെ സംബന്ധിച്ച് വളരെ ആഴത്തിൽ പഠിക്കുകയും ഗവേഷണം ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തി ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുണ്ട്. B. സജിത് കുമാർ. മാവേലിക്കര സ്വദേശിയാണ് അദ്ദേഹം. മുമ്പ് പത്രപ്രവർത്തകനായിരുന്നു, ജന്മഭൂമിയിൽ സബ് എഡിറ്ററായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ഒരു എയ്ഡഡ് സ്കൂളിൽ ലാബ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതോടൊപ്പം നേതാജിയെയും INA-യെയും കുറിച്ചുള്ള വിശദമായ പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തി വരുന്നു. അദ്ദേഹത്തിന് നമ്മളോട് ചിലതൊക്കെ പങ്കുവയ്ക്കാനുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. സാർ, ഈ നേതാജി ഇങ്ങനെ ഒരു പ്ലെയിൻ അപകടത്തിൽ കൊല്ലപ്പെട്ടു, മരിച്ചു എന്നൊക്കെയാണ് ആദ്യം വാർത്ത പുറത്തു വന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ്. നമ്മൾ രാജ്യം സ്വതന്ത്രമാകുന്നതിന് ആ കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്. പിന്നീട് അങ്ങനെ ഒരു പ്ലെയിൻ അപകടം നടന്നിട്ടില്ലെന്നും നേതാജി മരിച്ചിട്ടില്ലെന്നും ഒക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നു. തെളിവ് സഹിതം പലതും സമർത്ഥിക്കപ്പെട്ടു. ഗുംനാമി ബാബയുടെയൊക്കെ കാര്യം അങ്ങനെയൊക്കെ അറിയാമായി. എൻ്റെ ചോദ്യം, നേതാജിയുടെ കാര്യം ഇപ്പോൾ കുറച്ചൊക്കെ പുറത്ത് വന്നതാണ്. അതെ. പക്ഷേ INA-യെ സംബന്ധിച്ച് നമുക്ക്, ഇന്ത്യൻ നാഷണൽ ആർമി, അതിനെ സംബന്ധിച്ച് നമുക്ക് വലിയ ചർച്ചയോ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളോ ഗവേഷണങ്ങളോ ഒന്നും നടന്നതായിട്ട് അറിയില്ല. ഈ INA-ക്ക് നേതാജിയുടെ മരണം സംഭവിച്ചു എന്ന് പറയുന്ന ആ വാർത്ത പുറത്തു വന്നതിന് ശേഷം, രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം INA-ക്ക് എന്ത് സംഭവിച്ചു? INA-ക്ക് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവരെ ക്രൂരമായിട്ട് അവഗണിച്ചു. ചരിത്രകാരന്മാർ, മാധ്യമപ്രവർത്തകർ, ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടി. ലോകത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമുക്ക് നാണക്കേടോടെ പറയേണ്ട ഒരു സംഭവമുണ്ട് ഇന്ത്യ ചരിത്രത്തിൽ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യാൻ രണ്ട് രാജകുടുംബങ്ങളെ തയ്യാറാക്കിയത് നേതാജിയാണ്. എന്നിട്ട് അവർ തൊട്ട് അങ്ങേയറ്റ വനവാസികൾ വരെ, നാഗര വനവാസികൾ വരെ. പക്ഷേ നെഹ്റു സർക്കാർ ആദ്യം എടുത്ത തീരുമാനം ഒറ്റ INA-കാരനെ ഇന്ത്യൻ ആർമിയിൽ എടുക്കരുതെന്നായിരുന്നു. വിഷമത്തോട് പറയേണ്ടി വരും, മുഹമ്മദ് അലി ജിന്ന എടുത്ത തീരുമാനം INA-കാരെ അതേ റാങ്കിൽ അവിടുത്തെ പാകിസ്ഥാൻ ആർമിയിൽ ഉൾപ്പെടുത്താനായിരുന്നു. നമുക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യം അത് പഠിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയാണ് നേതാജിക്കൊപ്പം വിമാനാപകടത്തിൽ ഉണ്ടായിരുന്നു എന്ന് അവകാശപ്പെടുന്ന വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല, വ്യക്തിയുടെ നേതൃത്വത്തിൽ കാശ്മീർ ആക്രമിക്കാൻ പാകിസ്ഥാൻ സേന എത്തിയത്. അതേസമയം ഇന്ത്യയിലെ INA-കാർ രാഷ്ട്രീയ രംഗത്തു നിന്ന് ഒഴിവാക്കപ്പെട്ടു, സൈന്യത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു, എല്ലാ രംഗത്തും അവഗണിക്കപ്പെട്ടു. യുദ്ധക്കുറ്റവാളികളെ പോലെ, ഏതാണ്ട് വലിയ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത പോലെ. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരുടെ പൊരുതി വേറൊരു കൂട്ടരുണ്ടായിരുന്നു. അവരെക്കുറിച്ചും ചരിത്രകാരന്മാർ വേണ്ട രീതി പ്രചരണം കൊടുക്കുന്നില്ല. അത് കാരണം എന്ന് പറഞ്ഞാൽ നേതാജിയുടെ ആൾക്കാർക്ക് വേണ്ടി ബ്രിട്ടീഷ് സൈന്യത്തിലായിരുന്ന സമയത്ത് നേവൽ ആൻഡ് എയർഫോഴ്സ് മ്യൂട്ടണി നടത്തിയെന്നുള്ളതാണ്. ഒരു പ്രസിദ്ധനായ ഒരു സിനിമ അത് തന്നെ നടത്തിയ. അവരെ പുറത്താക്കി ബ്രിട്ടീഷുകാര്, അവരെ തിരിച്ചെടുത്തില്ല. എന്തൊരു നാണക്കേടാന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യൻ സൈന്യത്തിലും എടുത്തില്ല. ബ്രിട്ടീഷുകാരെ പുറത്താക്കിയവർ ഇന്ത്യൻ സൈന്യം എടുത്തില്ല. തന്നെയല്ല, INA-യിൽ ഉണ്ടായിരുന്നവരെ എടുത്തില്ല. അന്ന് ഇവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ആ നാവികസേനാ കലാപം, എയർഫോഴ്സ് മ്യൂട്ടണി, പിന്നെ റെഫ്യൂസൽ ഓഫ് ഗൂർഖാസ്. മോൺഗോമറെ പറഞ്ഞൊരു വാചകമുണ്ട് ഗൂർഖാസിനെ പറ്റി: ഡെഡിക്കേറ്റഡ് മെർസണറീസ് സെർവിങ് എ ഫോറിൻ പവർ വിത്ത് അൺക്വസ്റ്റ്യനബിൾ ലോയാലിറ്റി. അവർ വെടിവെക്കാൻ പറഞ്ഞപ്പോൾ കേട്ടില്ല. നേതാജിയുടെ പ്രസംഗങ്ങൾ തമാശിനെ, അദ്ദേഹത്തിനെ കളിയാക്കാൻ വേണ്ടി ഗൂർഖകളെ കേൾപ്പിച്ചെന്നുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു. ഞാൻ ഇപ്പം ഒരു ലക്ഷ്മി അമ്മ എന്നൊരാൾ ജീവിച്ചിരിപ്പുണ്ട് INA-യിൽ. എപ്പോഴും ജീവിച്ചു, 94 വയസ്സ്. ലക്ഷ്മി അമ്മയെ ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ട് സംസാരിച്ചായിരുന്നു. ലക്ഷ്മി അമ്മ പറഞ്ഞത്, ലക്ഷ്മി അമ്മ ഈ നേതാജിയുടെ പ്രസംഗം കേട്ടോണ്ട് നേതാജിയുടെ അച്ഛൻ 16 വയസ്സിൽ ലക്ഷ്മി അമ്മയെ കൊണ്ടുവന്ന് INA ചേർക്കുമായിരുന്നു. അങ്ങനത്തെ അച്ഛൻ നേതാജിയുടെ പ്രസംഗം കേട്ട് അതിൽ ആകൃഷ്ടനായിട്ട് സ്വന്തം മകളെ കൊണ്ടുവന്ന് INA ചേർത്തു. അങ്ങനത്തെ ചരിത്രം വരെ നേതാജിക്കുണ്ട്. ലക്ഷ്മി അമ്മ മലയാളിയാണോ? മലയാളിയാണെങ്കിലും ഇല്ലെങ്കിലും 40 വർഷം കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു അമ്മയെ കല്യാണം കഴിച്ച ഒരു മലയാളിയാണ്. അവർ തമിഴ് അയ്യങ്കാർ ഭാഗത്തുള്ളവരായിരുന്നു. അവർ ബർമയിൽ വെച്ചാണ് INA ചേർത്തത്. എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നു 40 വർഷം കളമശ്ശേരി താമസിച്ചു. ലക്ഷ്മി അമ്മയുടെ മക്കളെല്ലാം വിദ്യാഭ്യാസം ചെയ്ത് കേരളത്തിലാണ്.
പക്ഷെ നമ്മളാരും അവരെ തിരിഞ്ഞു നോക്കിയില്ല കേരളത്തിൽ വെച്ച്. ലാസ്റ്റിൽ ആർക്കും ഇങ്ങനെ ഒരു ലക്ഷ്മി അമ്മയെ കുറിച്ച് ഇല്ലായിരുന്നു. അവസാനം മദ്രാസ് ഗവർണർ സ്വീകരണം കൊടുത്തതിന് ശേഷം അവർ മാധ്യമം അമ്മയെക്കുറിച്ച് ഒരു വാർത്ത കൊടുത്തത് തന്നെ. അങ്ങനത്തെ ചരിത്രം വരെ INA-ക്കാർ അവഗണിക്കപ്പെട്ടെ. പിന്നെ ഇവരെ എടുത്തില്ലെന്ന് മാത്രമല്ല, വേറൊരു നാണം കെട്ട സംഭവം ഉണ്ടായി. ഈ ഇതിനകത്തെ ചരിത്രകാരന്മാർ ചെയ്തതാണ്, ഹിസ്റ്റോറിയൻസ് ചെയ്തതാണ്. നേതാജി ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാവുന്ന ഒരാൾ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. നേതാജി ലാസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആള് സാക്ഷാൽ രാജാ രവിവർമ്മയുടെ കൊച്ചുമോൻ. ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ മകൻ, ആർട്ടിസ്റ്റ് രാമവർമ്മയുടെ മകൻ മേജർ രാമവർമ്മ കൃഷ്ണപ്രസാദ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇദ്ദേഹത്തിന് പോയി ചികിത്സിച്ചിട്ടുണ്ട്. പിന്നീട് അറിഞ്ഞത് ഇദ്ദേഹം ഇത്ര മഹാനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് അറിയായിരുന്നു. അദ്ദേഹം മാവേലിക്കര ആർട്സ് കോളേജിന്റെ തൊട്ടപ്പുറത്ത് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം സ്ഥാപിച്ച മലയാള ഡിസ്പെൻസറി അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ രവിപ്രസാദ് ഇന്ന് നടത്തുന്നു. പിന്നെ വേറൊരു രസം കൂടെ, അദ്ദേഹത്തിന്റെ അനിയനാണ് പുന്നപ്പുറ വെടിവെച്ച മേജർ ഗംഗപ്രസാദ്. അദ്ദേഹം INA ചേർന്ന സമയത്ത് ശ്രീ തിരുനാൾ മഹാരാജാവാണല്ലോ രാജ്യം ഭരിച്ചത്. വേറൊരു കണക്ഷൻ ഉണ്ട്, ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം INA-കാരനായതുകൊണ്ടാണ്. കാരണം ശ്രീ തിരുനാൾ മഹാരാജാവ് എന്ന് പറഞ്ഞാൽ മാവേലിക്കര കൊട്ടാരത്തിൽ നിന്ന് ദത്തെടുക്കപ്പെട്ടതാ. ആർട്ടിസ്റ്റ് രാമവർമ്മയുടെ അനന്തരത്തി അദ്ദേഹത്തിന്റെ അമ്മ. അങ്ങനെ ഒരു ചരിത്രം കൂടെ ഉണ്ട്. രാജാവ് രാജ്യം ഭരിക്കുമ്പം അദ്ദേഹത്തിന്റെ അമ്മയുടെ അമ്മാവന്റെ മോൻ INA-യുടെ മെഡിക്കൽ വിങ്ങിനെ നയിക്കുമായിരുന്നു. പിന്നെ ജയിലിലായിരുന്നു, ബ്രിട്ടീഷ് തടവറയിലായിരുന്നു 1.5 വർഷം. അതുപോലെ ചരിത്രം പറയേണ്ട ഒത്തിരി പേരുണ്ട്. സർ, ഇങ്ങനെയൊക്കെയുള്ള INA ഇത്രയും വലിയൊരു ഒരു പാരമ്പര്യം അവകാശപ്പെടാനുള്ള ഒരു സൈന്യം, ഒരു സേന, അതിന് സ്വാതന്ത്ര്യത്തിന് ശേഷം എന്താണ് സംഭവിച്ചത്? അവരെ നാണം കെടുത്തി, ഇത്രയേ ഉള്ളൂ. അവരെ വളരെ നാണം കെടുത്തി. അവരെ ഒരു മുനിസിപ്പൽ നെഹ്റുവാണ് അതിന്റെ പുറകിൽ 100%, 100%. അല്ലാതാരാ? ആദ്യത്തെ പ്രധാനമന്ത്രിയല്ലേ എടുത്ത തീരുമാനം. അല്ലാതെ വേറൊരു പാർട്ടിക്കാരെയും കുറ്റം പറയാനൊക്കത്തില്ല, വേറെ ആരെയും പറയാനൊക്കത്തില്ല. അന്ന് സർദാർ വല്ലഭഭായ് പട്ടേലിനെ പോലെയുള്ളവർ ഇതിനെ എതിർത്തില്ലേ? അവരൊക്കെ അത് മാത്രം ചരിത്രത്തിൽ അറിയില്ല. കാരണം ഇദ്ദേഹം തന്ത്രപരമായിട്ടാണ് തീരുമാനം എടുത്തത്. വളരെ സൈലന്റ് ആയിട്ട് ഒഴിവാക്കുക. അതാണ് ഒരു കരുതി വരെ ഈ തീരുമാനം നാഗ കലാപത്തിന് വരെ കാരണമായി. കാരണം നാഗന്മാര് കോൺഗ്രസിൽ ഇല്ലായിരുന്നു, പക്ഷെ അവർ കംപ്ലീറ്റ് ആന്റി ബ്രിട്ടീഷ് ആയിരുന്നു. നേതാജി വന്നപ്പോൾ 2 കയ്യും നീട്ടി സ്വീകരിച്ചവരാ നാഗന്മാര്. റൊസാസോ ഗ്രാമം എന്ന് നാഗാലാൻഡിൽ ഇപ്പോഴും നമ്മുടെ സൈന്യത്തിൽ ഒരു നാഗ റെജിമെന്റ് ഉണ്ട്. പക്ഷെ ഗൂർഖ റെജിമെന്റ് ഒഴിച്ച ഒരു റെജിമെന്റിൽ മുഴുവൻ ഗൂർഖകളല്ലല്ലോ, അല്ലെ അതാ വിഭാഗമല്ലല്ലോ. ജാട്ട് റെജിമെന്റ് ഉണ്ട്, എല്ലാം ജാട്ടാണോ? അല്ല. മഹർ റെജിമെന്റ് ഉണ്ട്, എല്ലാം മഹറാണോ? അല്ല. അങ്ങനെയാണ്. പക്ഷെ ഗൂർഖ റെജിമെന്റ് ഫുൾ ഗൂർഖകളല്ലേ? അതുപോലെ ഉള്ളൂ നാഗ റെജിമെന്റിലും. നാഗ റെജിമെന്റ് എന്നൊക്കെ പേരിട്ട്, പക്ഷെ അന്ന് INA-യുടെ കൂടെ സഹകരിച്ച ഒറ്റ നാഗരെയും എടുത്തില്ല. ഞാൻ നാഗാലാൻഡ് വരെ യാത്ര ചെയ്ത ആളാണ്. INA-യുടെ കഥകൾ തേടി. 106 വയസ്സുള്ള പൊസ്വായ് സുർവോ എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കഥ നമുക്ക് പറയണമെങ്കിൽ മണിക്കൂറുകൾ വേണ്ടി വരും. അതുകൊണ്ട് ഇപ്പം പറയുന്നില്ല. അദ്ദേഹം ഒരു കഴിഞ്ഞ 14-ാം പിന്നീട് കിടക്കാം 14-ാം തീയതിയാണ് അദ്ദേഹം മരിച്ചത്. ആ റൊസാസോ ഗ്രാമം കംപ്ലീറ്റ് INA-ക്കാരായിരുന്നു. ചരിത്രം പറയുന്നുണ്ടോ? ഒരു മുഴുവൻ 100 കുഞ്ഞുകുട്ടി പരാധീനം നാഗന്മാർ ഒരു മുഴുവൻ INA ചേർന്ന് അവർ മരച്ചോട്ട് കിടന്നിറങ്ങിയിട്ട് INA-ക്കാർക്ക് അവരുടെ വീട് കുതിരയെ കെട്ടാനും ഒക്കെ വിട്ടുകൊടുത്തു. പിന്നെ കേരളത്തിലെ കാര്യം പറയണ്ടല്ലോ. വളരെ കുറഞ്ഞ കാലത്തെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ നേതാജിയുടെ അവസാനത്തെ വാർത്ത പ്രിന്റ് ചെയ്ത ആള് ആറ്റിങ്ങിലുണ്ടായിരുന്നു, മലയാ പ്രസ്. അങ്ങനെ ആളുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് തന്നെ കുറേ പേരുണ്ടായിരുന്നു. അവരെല്ലാം തന്നെയും സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. ഈ പ്രസാദ് ഡോക്ടർക്ക് നേതാജി മരിച്ചു എന്നുള്ള വിവരം അറിയായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന കാലത്താണ് മകനോട് പറയുന്ന ഈ കാര്യം. നേതാജിയോട് അവർക്ക് ഭയങ്കര കൂറായിരുന്നു. മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, പാകിസ്ഥാന്റെ ഒരു ആളൊക്കെയാണല്ലേ ഹബീബ് റഹ്മാൻ, ഒന്നും വിട്ടു പറഞ്ഞില്ല. ഇങ്ങോട്ട് ആക്രമിച്ച് കാശ്മീർ ആക്രമിക്കാൻ നിർത്തി. പ്രസാദ് ഡോക്ടർക്ക് അറിയായിരുന്നു. അല്ല, അവസാനം പറഞ്ഞ മോനോട് നേതാജി മരിച്ചിട്ടില്ല എന്നുള്ള വിവരം അറിയായിരുന്നു. പ്രസാദ് ഡോക്ടർക്ക് അറിയാം. ഈ അദ്ദേഹത്തിന് അറിയാവുന്ന ഈ മേജർ ഷാനവാസ് ഖാനും അറിയായിരുന്നു. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഒരു വട്ടം മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹത്തിനെ നേതാജിയോടൊപ്പം അല്ലല്ല, നേതാജിയുടെ ഒപ്പം ഉണ്ടായിരുന്ന കാശ്മീർ ആക്രമിക്കാൻ നേതൃത്വം കൊടുത്ത ഹബീബ് റഹ്മാനാണ്. ജിന്ന ഞാൻ പറഞ്ഞില്ല, പാകിസ്ഥാൻകാരെ എല്ലാം INA ചേർത്ത്. അവിടെ ഉണ്ടായിരുന്ന INA-ക്കാരെ പാകിസ്ഥാൻ ആർമി ചേർത്തു, ഇവിടെ ചേർത്തില്ല. അവസാനം ഷാനവാസ് ഖാന് റിപ്പോർട്ട് എഴുതി കൊടുത്തതിന് ശേഷം റെയിൽവേ മന്ത്രിയായി. അതൊരു വലിയ ചരിത്രത്തിന്റെ ഒരു വളരെ മോശമായ കാര്യമാണ്. വേറൊരാള് മൊഴി കൊടുത്തു. അവസാനം പുള്ളി എങ്ങാണ്ട് PTA-യുടെ ഒക്കെ ചുമതലയിൽ വന്നു, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഒക്കെ ചുമതലയിൽ വന്നു. പേര് പറയുന്നില്ല. ഷാനവാസ് ഖാന്റെ കാര്യം പറയണം. കാരണം അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോഴും ജീവിച്ചുണ്ട്, രവിപ്രസാദ്. ഡോക്ടർ രവിപ്രസാദും ആർട്ടിസ്റ്റ് രാമവർമ്മ, രാജാരവിവർമ്മയുടെ മകനും മേജർ രാമവർമ്മ കൃഷ്ണപ്രസാദുമാണ് മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ ഇദ്ദേഹത്തിനെ കാണാൻ പോയത്. ചെന്ന് ചോദിക്കാം, മാവേലിക്കര രവിപ്രസാദ് ജീവിച്ചിരിപ്പുണ്ട്. അന്നേരമാണ് പറയുന്നത്
ഇതുപോലെ പെട്ടെന്ന് ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ അപ്സെറ്റായിട്ട് പറഞ്ഞു, പെട്ടെന്ന് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് എന്ന് പറഞ്ഞു, ഐ ആം ബിസി, വി വിൽ ബീറ്റ് ഡൽഹി. എന്നിട്ട് നേരത്തെ പുള്ളിക്കങ്ങ് ഭയങ്കര വിഷമമായി. അവസാനമായപ്പം പുള്ളി എല്ലാം കഴിഞ്ഞ് ചികിത്സയൊക്കെ മതിയാക്കി വീട്ടിൽ നിന്ന് പറയടാ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. മകനോട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാം, നേതാജി മരിച്ചിട്ടില്ല എന്നുള്ള വിവരം അറിയാവുന്ന ഷാനവാസ് ഖാനായിരുന്നു. അയാളാണ് എനിക്കൊരു റിപ്പോർട്ട് എഴുതി കൊടുത്തത്. ആ റിപ്പോർട്ടിനകത്ത് മരിച്ചെന്ന് പറഞ്ഞ് ഉള്ളത് തെറ്റാണ്, ഞാൻ പറയാൻ വന്നതെന്ന് വിചാരിച്ച് അയാൾ അപ്സെറ്റ് ആയത്, അല്ലാതൊന്നുമല്ല. പക്ഷേ ഇത് അറിയണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അന്നേരം പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം അറിയണ്ടോ, എത്രയോ 1000 പേര് INA കേരളത്തിലും ഇന്ത്യയിലുള്ളവർ ഇങ്ങനെ അവഗണിക്കപ്പെട്ടു. ആ അവഗണനയുടെ ചരിത്രം സ്വതന്ത്ര ഇന്ത്യയിൽ അങ്ങ് കാശ്മീർ തൊട്ട് കന്യാകുമാരി തൊട്ട് പിന്നെ ഗുജറാത്ത് തൊട്ട് അങ്ങ് നോർത്ത് ഈസ്റ്റ് വരെ, നാഗാലാൻഡ്, മിസോറാം വരെ, അല്ല മണിപ്പൂർ വരെയൊക്കെ ദുഃഖകരമായ ചരിത്രമാണ്. അതുപോലെ തമിഴ്നാട്ടിൽ ഒരാളെ എനിക്കറിയാം, റഹീമുള്ള ഷെരീഫ്, ഇന്ത്യൻ ലീജിയനിലുണ്ടായിരുന്ന ജർമ്മനിയിൽ ചേർന്ന ആളാണ്. അദ്ദേഹത്തിനെ ബ്രിട്ടീഷുകാർ ചെയ്ത ക്രൂരതകൾ അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞതിനോട് കരഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ പോലെ ഇന്ത്യൻ ലീജിയനിലുള്ള റഹീമുള്ള ഷെരീഫ്, അവർക്കൊന്നും ജാതിയും മതമൊന്നും അല്ലായിരുന്നു പ്രശ്നം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യമായിരുന്നു. നമുക്ക് ഒരു 10 മിനിറ്റ് പറയാനുള്ള ടോപ്പിക് അല്ലിത്. ആരെങ്കിലും ഒരു PhDക്ക് ഇത് ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. ആർക്കും അറിയില്ല ചരിത്രം. കംപ്ലീറ്റ് INA-കാരുണ്ടായിരുന്ന ഗ്രാമം നാഗാലാൻഡിൽ. ഇവിടെ നമ്മുടെ മാവേലിക്കരയിൽ മലയായി പോയത്, അവിടെ താമസിച്ച സമയത്ത് ഒരു രാജകുടുംബാംഗം 5-10 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചുള്ളൂ. INA ചേർന്നു, 1.5 വർഷം ജയിലിൽ കിടന്നു. 40 വർഷം കേരളത്തിൽ താമസിച്ച ലക്ഷ്മി അമ്മയുടെ ചരിത്രം ആർക്കും അറിയില്ല. ഈ ലക്ഷ്മി അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അതുപോലെ ഒരു മാധവൻപിള്ള സാറുണ്ട്, അദ്ദേഹം തമിഴ്നാട്ടിലുള്ള ആളാണ്. അദ്ദേഹം INA ചേർന്ന സമയത്ത് പറയുന്നേക്കണ കമ്മ്യൂണിസ്റ്റുകാർ അദ്ദേഹത്തെ പ്രോപ്പർട്ടി മുഴുവൻ കയ്യേറി, ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. ഡൽഹിയിൽ ഒറ്റമുറി ഫ്ലാറ്റിൽ താമസിക്കുക. മാധവൻപിള്ള എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ പിള്ളമാരാണ്, അല്ലാതെ ഇവിടെ കേരളീയനല്ല. അദ്ദേഹവുമായിട്ട് എനിക്ക് കോൺടാക്ട് ഉണ്ട്, അവരുമായിട്ടൊക്കെ സംസാരിച്ചു. ഈ ലക്ഷ്മി അമ്മ ഇപ്പോൾ എവിടെയാണുള്ളത്? മദ്രാസിലുണ്ട്, ചെന്നൈയിലുണ്ട്. അതുപോലെ നേതാജിയുടെ അവസാനത്തെ മെസ്സേജ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, നേതാജിയുടെ കമ്മ്യൂണിക്കേഷൻ കിട്ടിയത്. ആറ്റിങ്ങിലെ മലയാള പ്രസ് ഉണ്ടായിരുന്ന ആള്, അദ്ദേഹത്തിൻ്റെ മകൻ ഹരികുമാറുണ്ട്. ആ പ്രസിനെ ഞാൻ ആ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. വി ആർ ഡിസ്പേഴ്സിങ് ടെമ്പററിലി, വി വിൽ ഗ്യാദർ സൂൺ. ഇവരെല്ലാവരോടും ചോദിക്കുമ്പോൾ താൽക്കാലികം നമ്മൾ കൂട്ടുനിൽക്കും വീണ്ടും എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിരിഞ്ഞത്. പക്ഷേ ഇത്രയേ ഉള്ളൂ, കാരണം തിരിച്ചു വന്നില്ല. അതിനകത്തെ കുറിച്ച് ദുരൂഹതകൾ നീങ്ങണം, എന്നാലേ ഈ അവഗണിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് അംഗീകാരം കിട്ടണം, ചരിത്ര പുസ്തകങ്ങളിൽ അവരുടെ പേര് വരണം. അല്ല, INA-യുടെ യഥാർത്ഥ ചരിത്രം, ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം INA-ക്ക് എന്ത് സംഭവിച്ചു, നേതാജിയുടെ തിരോധാനത്തിന് ശേഷം INA എങ്ങനെയാണ്, INA തകർത്തത് ആരാണ്, തുടങ്ങിയ സത്യങ്ങൾ ഇനിയും വെളിച്ചത്ത് വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിലേക്ക് കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് ഇനിയും വരാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.